സഹൃദയ സെന്റ് മേരീസ് കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന നാടകമാണ് അടുത്ത പ്രോഗ്രാം. ഈ നാടകം ആരംഭിക്കുന്നതിന് മുൻപ് നാടകത്തെ പറ്റി രണ്ട് വാക്ക്. വിശുദ്ധ ബൈബിളിൽ ഇയ്യോബിന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഇയ്യോബിന്റെ വിശ്വാസ ജീവിതത്തിൽ വന്നുപോയ മർമ്മപ്രധാനമായ ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ താളപ്പിഴകളും അടിക്കടി പ്രശ്നങ്ങളും പരിശോധനകളും ഏറെ ഉയരുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെ നിലനിൽക്കണം എന്നുള്ള ഉത്തമ മാതൃകയായിരിക്കുന്ന ഇയ്യോബിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു സഹനത്തിന്റെ പ്രതിഫലനം. പ്രശംസിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത്രയ്ക്ക് മനോഹരമായിരിക്കുന്നു നിങ്ങളുടെ നൃത്തം. ഈ പ്രദേശത്ത് നിങ്ങളെ ആദ്യമായി കാണുകയാണ്. ഈ നാടിനെ പറ്റി, ഈ പ്രദേശ മനുഷ്യരെ പറ്റി ഇത്രയധികം പാടി പുകഴ്ത്തി നൃത്തമാടിയ നിങ്ങൾ ആരാണ്? പറയൂട്ടെ, നിങ്ങൾ ആരാണ്? ഞങ്ങൾ നാടും വീടുമില്ലാത്ത നാടോടികൾ. ഞങ്ങൾ ചെല്ലുന്നിടം ഞങ്ങളുടെ നാട്. ഞങ്ങൾ തലചായ്ക്കുന്നത് ഞങ്ങളുടെ വീട്. ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കൾ. ഞങ്ങൾ ഈ പ്രദേശത്തെല്ലാം ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ദേശത്തും എത്തി. ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? ഇര തേടി പോകുന്ന ദേശാടന പക്ഷികളാണ് ഞങ്ങളുടെ മാർഗദർശികൾ. അവർക്ക് ലക്ഷ്യബോധമുണ്ട്. ജീവൻ നിലനിർത്തുക എന്നതാണ് അവയുടെ പരമപ്രധാനമായ ആവശ്യം. ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ മറിഞ്ഞിരിക്കുന്നു. ഒട്ടിയ വയറാണെങ്കിലും ഞങ്ങൾ ആരോടും പരാതി പറയാറില്ല. വേദനയിലും സഹനത്തിലും ആരെയും കുറ്റപ്പെടുത്താറുമില്ല. എന്തായാലും ഈ നാട്ടിൽ നിങ്ങൾ ദുഃഖത്തോടെ തിരിച്ചു പോകേണ്ടി വരികയില്ല. നിങ്ങൾ നിൽക്കുന്ന ഇടം ഏതെന്ന് നിങ്ങൾക്കറിയാം. വിനീതനായ വലിയൊരു മനുഷ്യന്റെ ഭവനത്തിന് മുമ്പിലാണ് നിങ്ങൾ ആനന്ദ നൃത്തമാടിയത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആദരണീയനായ ആ മനുഷ്യൻ ആരെന്ന് നിങ്ങൾക്കറിയണ്ടേ? അറിയണം. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി അറിയണം. ആരാണ് അദ്ദേഹം? ദൈവമായ യഹോവയ സംപ്രീതനായ നീതിയിലും നിഷ്കളങ്കതയിലും ദൈവഭക്തിയിലും അദ്ദേഹം അദ്വിതീയനാണ്. നീതിമാനായ യോബ്, നിഷ്കളങ്കനായ യോബ്, ദൈവഭക്തനായ യോബ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പറയൂ സഹോദര, എല്ലാം ഞങ്ങൾക്കറിയണം. നല്ലവരെ പറ്റി നല്ലത് മാത്രമേ പറയാവൂ. ഈ നാടിന്റെ ശബ്ദം എന്റെ വാക്കുകളിലൂടെ നിങ്ങൾ ശ്രമിക്കണം. ഞങ്ങളുടെ യജമാനായ ഈ യോബിനെ പാടി പുകഴ്ത്തുവാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ ഒരിക്കലും അധികം പറ്റാവുകയില്ല. മറിച്ചും നിങ്ങൾ ചിന്തിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നന്മ വിളയുന്ന കൃഷിനിലത്തിലെ പുഷ്പങ്ങളോടാണ് ഞങ്ങൾക്ക് പ്രതിപത്തി. ആ വിളനിലം ചൂണ്ടിക്കാണിക്കുന്ന നിങ്ങളും ഞങ്ങൾക്ക് ആരാധനാണ്. നല്ലവരുടെ മണ്ണിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങളുടെ യജമാന യോബിന് 7 പുത്രന്മാരും 3 പുത്രിമാരുമുണ്ട്. മൃഗസമ്പത്തിലും അദ്ദേഹം പിന്നിലല്ല. 7000 ആട്, 3000 ഒട്ടകം, 500 ഏർക്കാളകൾ, 500 പെൺകഴുതൽ, വസ്തുവകളോ ഏറെയുണ്ട്. എണ്ണമറ്റ ജനങ്ങൾ. 7 പുത്രന്മാരും 3 പുത്രിമാരും, 7000 ആട്, 3000 ഒട്ടകം, 500 ജോഡി കാളകൾ, 500 പെൺകഴുതകൾ, വേണ്ടുവോളം വസ്തുവകൾ, എണ്ണമറ്റ വൃദ്ധജനങ്ങൾ. സർവസമ്പദ്സമൃദ്ധിയോടുകൂടിയ ജീവിതം, സർവ സൗഭാഗ്യ സമ്പൂർണമായ ജീവിതം. ഭാഗ്യവാൻ യോബ്, എന്തുകൊണ്ടും ഭാഗ്യവാൻ. ദൈവം തന്റെ ദാസനെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു. സമ്പത്തിലും സന്താനങ്ങളിലും അനുഗ്രഹീത. പിതാവിന്റെ കാൽപാദങ്ങളെ പിന്തുടരുന്ന മക്കളെ സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ. സ്നേഹിത,
എന്താണ് മുഖത്തിലൊരു ഭാവമാറ്റം? കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ ഞങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ. മഹാനായ യോബിന്റെ മക്കളെ കുറിച്ച് ഞങ്ങളോട് ഒന്നും പറഞ്ഞില്ല. അറിയാനുള്ള ആവേശം കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. യജമാനായ ഇയ്യോബിനെ പ്രകൃതിച്ച അധരങ്ങൾ മൗനമായത് എന്തുകൊണ്ട്? അറിയണം, നീതിമാനായ ഇയ്യോബിന്റെ മക്കളെ കുറിച്ച് അറിയണം. ഈ ദേശത്തിന്റെ കഥ പറഞ്ഞ് മനസ്സിലാക്കുന്ന സ്നേഹിത പറയണം, സവിസ്തരം പറയണം. പൂർണ്ണമായ സൗഭാഗ്യം ദൈവം ആർക്കും വിധിച്ചിട്ടില്ല. എല്ലാം തികഞ്ഞ മനുഷ്യന് ബോധ്യപ്പെട്ടാൽ അവൻ അറിയാതെ ദൈവത്തിൽ നടന്നു പോകും. ഞങ്ങളുടെ യജമാനന് തന്റെ മക്കളെ കുറിച്ച് വലിയ ഉത്കണ്ഠയുണ്ട്. മക്കൾ പിതാവിനെ അനുസരിക്കില്ലേ? ധിക്കാരമാണ് അവരുടെ മുഖമുദ്ര. പിതാവിനോട് ബഹുമാനമുണ്ട്, പക്ഷേ സുഖലോലുപോലെ ആ മക്കളെ തിരുത്തുവാൻ പിതാവിന് കഴിയുന്നില്ല. പിതാവിനെ അനുസരിച്ച് ജീവിക്കാൻ മക്കളും ഒരുമിടുന്നില്ല. പിതാവിനോട് ഇഷ്ടക്കേട് തോന്നത്തക്ക വിധത്തിലുള്ള മക്കളുടെ പെരുമാറ്റം എന്തായിരുന്നു? അത് പറയണം സ്നേഹിത. മക്കളൊക്കെ പ്രായപൂർത്തിയായവർ ഓരോരുത്തരും പ്രത്യേക ഭവനങ്ങളിലാണ് താമസം. അവർക്ക് തിന്നാനും കുടിക്കുവാനും വേണ്ടോളം ജീവിതം സുഖിക്കാനുള്ളതാണ് അവരുടെ വിശ്വാസം. ഓരോരുത്തരും മാറി മാറി അവരുടെ ഭവനങ്ങളിൽ വെച്ച് വിരുന്ന് നടത്തും. അതിൽ പങ്കെടുക്കുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിക്കും. പിന്നെ ഇവിടെ തീറ്റയും കുടിയുമാണ്. സർവത്തിൽ നൽകിയ സമൃദ്ധിയും മതി മറന്ന് അവർ പാപം ചെയ്യും. നിങ്ങളുടെ യജമാനന് മക്കളെ ശാസിക്കാമായിരുന്നില്ലേ? തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി അവരെ ശിക്ഷിക്കാമായിരുന്നില്ലേ? നേരായ മാർഗത്തിലൂടെ നീങ്ങാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാമായിരുന്നില്ലേ? തീർച്ചയായും ഞങ്ങളെ യജമാനൻ ദൈവത്തിന്റെ ദാസനാണ്. ഹൃദയം കൊണ്ട് മക്കൾ ദൈവത്തെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയം ആ മനസ്സിലുണ്ട്. സർക്കാർ ദിനങ്ങൾ കഴിയുമ്പോൾ യജമാനൻ തന്റെ മക്കളെ വിളിച്ചു വരുത്തും. ദൈവനാമത്തിൽ അവരെ ശുദ്ധീകരിക്കും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പുത്രന്മാർ ഓരോരുത്തർക്കും വേണ്ടി ഹോമ ബലി കഴിക്കും. പറവിക്കൂട്ടരെ, മക്കളെ സ്നേഹിക്കുന്ന, അവരെ ഓർത്ത് വേദനിക്കുന്ന, അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ യജമാനൻ ഇയ്യോബ് തെറ്റുകാരനാണോ? പ്രായപൂർത്തിയായ മക്കൾ അവരുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നു. മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാൻ അവർ ബാധ്യസ്ഥരല്ല. അവർക്ക് ഉന്നയിക്കാൻ അവരുടേതായ ശരികളുണ്ട്. അവരെ നിയന്ത്രിക്കാൻ ഒരുങ്ങുന്നവരെ ശത്രുവായി കാണുന്നു. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ ദുഃഖം അവർക്കൊരു പ്രശ്നമല്ല. പ്രായത്തിന്റെ അഹങ്കാരം അവരെ അന്ധരാണ്. എന്റെ യജമാനൻ മക്കളെ സ്നേഹിച്ച് തെറ്റാണോ? ആ മക്കളോട് നിങ്ങൾക്കൊന്നും പറയുവാനില്ലേ? എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യന്റെ ആവേശത്തിൽ മക്കളായ നിങ്ങൾ മതിമറക്കരുത്. ഒരു നാളെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ സിംഹാസനത്തിൽ നിന്നും നിങ്ങൾ വലിച്ചെറിയപ്പെടും. അന്ന് നിങ്ങൾ കാലത്തിന്റെ വെറും കാവൽ പട്ടികൾ മാത്രമായിരിക്കും. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയ്ക്കായി പറയുന്നു, ദീർഘായുസ്സുണ്ടാകുവാനും നിന്റെ കർത്താവ് നൽകുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുവാനും വേണ്ടി നിന്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുക. നാടോടി കൂട്ടമേ, നിങ്ങൾ ചെല്ലുന്നെങ്കിലൊക്കെ ഇത് തന്നെ പറയണം. ഞങ്ങളെ യജമാനൻ സൽകീർത്തി ഈ ആകമാനം പരക്കണം. ഇയ്യോബ് ഉത്തമനാണ്, ദോഷത്തിൽ വിട്ടകലുന്നവനാണ്. കൂട്ടരെ, ആ നല്ല മനുഷ്യന് വേണ്ടി നമുക്ക് പാടാം, ആടാം. ദൈവമായ യഹോവയാണ് ഞാൻ. നീ എന്തിനിവിടെ വന്നു? സ്വർഗസൗധത്തിന്റെ വിശാലമായ സമ്മേളനശാലയിൽ ഞാൻ വന്നത് അങ്ങയെ കാണാനാണ്. എനിക്ക് ചുറ്റും ദൈവദൂതന്മാർ ഒത്തുകൂടിയിരിക്കുകയാണ്. അവിടേക്കാണ് നീ എത്തിയിരിക്കുന്നത്. യഹോവയായ അങ്ങയുടെ സന്നിധിയിൽ വരുന്നതിന് അർഹതയുള്ള ദൈവപുത്രന്മാരിൽ ഒരുത്തനാണ് ഞാൻ. സാത്താൻ എന്ന സ്ഥാനപ്പേര് അങ്ങാണ് എനിക്ക് നൽകിയത്. സാത്താൻ എന്ന പദത്തിന്റെ അർത്ഥം ശത്രു എന്നാണ്. എന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ആ നാമധേയം തികച്ചും അന്വർത്ഥം. സ്വർഗ നരക പാതാളങ്ങളിൽ നിർബാധം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. അങ്ങ് നൽകിയ സ്വാതന്ത്ര്യം ഞാൻ ഒരിക്കലും ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളെ കണ്ടുപിടിച്ച് ന്യായാസനത്തിന് മുമ്പാകെ അവർക്കെതിരെ കുറ്റം ചുമത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആകട്ടെ, ഇപ്പോൾ നീ എവിടെ നിന്ന് വരുന്നു? ഭൂമിയിൽ നിന്ന്. എളുപ്പത്തിൽ
നിന്റെ ആധിപത്യം സ്ഥാപിക്കാനുള്ള അഭിവാഞ്ച. ഞാൻ എന്നും എന്റെ വഴിയിൽ കർമ്മനിരതനായിരിക്കും. ഭൂമിയിൽ നീ എന്തു ചെയ്യുകയായിരുന്നു? കണ്ണിൽ കണ്ട സ്ഥലങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? എന്തായിരുന്നു നിന്റെ ലക്ഷ്യം? അങ്ങ് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നല്ലോ. എന്റെ പക്ഷത്തേക്ക് മനുഷ്യരെ കൊണ്ടുവരണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ അവരുടെ ഇടയിൽ ചുറ്റി നടക്കുന്നു. മനുഷ്യരൊക്കെ നിന്റെ പക്ഷം പിടിക്കുമെന്നാണോ നിന്റെ വിശ്വാസം? അതിനുവേണ്ടി അഹോരാത്രം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മനുഷ്യരിൽ ഭൂരിഭാഗവും എന്നെ സ്നേഹിക്കുന്നവരാണ്. എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആ കവാടത്തിന് പുറത്ത് ഇപ്പോഴുണ്ട്. അവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താനെ, എന്റെ ദാസനായ യോബിനെ നീ കണ്ടുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. നീ അവന്റെ അടുക്കലെങ്ങാനും പോയോ? ഞാൻ എങ്ങനെ പോകും? അങ്ങയുടെ നാമം സദാ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന യോബിനെ സമീപിക്കുവാൻ എനിക്ക് സാധിക്കുന്നതെങ്ങനെ? ആരുടെ അരികിലേക്കും ഒരു മുന്നറിയിപ്പും കൂടാതെ കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ. അങ്ങ് അവനെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവൻ പിന്നെ അങ്ങയെ ഭയപ്പെടാതിരിക്കുമോ? അങ്ങയെ സ്തുതിക്കാതിരിക്കുമോ? അവന്റെ ഭവനത്തിലും സമ്പത്തിലും എത്ര വലിയ വേദി കിട്ടിയാണ് അങ്ങ് സുരക്ഷിതത്വം നൽകിയിരിക്കുന്നത്. ഏറെ വസ്തുവകളും മൃഗസമ്പത്തും സന്താന സൗഭാഗ്യവും നൽകി അങ്ങ് അവനെ അനുഗ്രഹിച്ചു. എന്നെ സ്നേഹിച്ച് ആരാധിക്കുന്നവരെ ഒരിക്കലും ഞാൻ കൈവിടില്ല. ദുഃഖമെന്തെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. സമ്പത്തിന്റെ ധാരാളിത്വത്തിൽ അവൻ മതി മറന്ന് ജീവിക്കുന്നു. ഒരല്ലലുമില്ലാതെ ജീവിക്കുമ്പോൾ ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നുണ്ടാകും. സമ്പത്തേറെ വർദ്ധിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന. സാത്താനെ, ഭോഷ്ക് പറയാതിരിക്കും. എന്റെ ദാസനായ യോബ് അത്തരക്കാരനല്ല. സാമ്പത്തിക തകർച്ച വരുമ്പോൾ മനുഷ്യൻ ദൈവത്തെ പഴിക്കും. ദാനം നൽകുന്നത് ഞാനല്ലയോ? അത് തിരിച്ചെടുക്കുമ്പോൾ എന്നെ പഴിക്കുന്നത് എന്തിന്? മനുഷ്യരുടെ കാര്യം അത്രയേ ഉള്ളൂ എന്ന് മാത്രം അങ്ങ് ചിന്തിച്ചാൽ മതി. യോബിന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ മുഖത്ത് നോക്കി അങ്ങ് അവരെ തള്ളി പറയും. ഒരു ദൈവവിശ്വാസി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങയുടെ വിശ്വാസം അതായിരിക്കും. പക്ഷേ യോബിനെ ഒന്ന് പരീക്ഷിക്കരുതോ? ആത്മാർത്ഥതയോടെ എന്നെ സ്നേഹിക്കുന്നവന്റെ മനസ്സിന് ഒരിളക്കവും ഉണ്ടാകില്ലെന്ന് ഞാൻ തീർത്തും പറയുന്നു. ആ ധാരണ തെറ്റാണെന്ന് വൈകാതെ ഞാൻ അങ്ങയെ അറിയിക്കും. തൃക്കൈ നീട്ടി അവനെ ഒന്ന് തൊടണം. ശരി, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ശരി, ഇനി എന്റെ ഊഴം. സാത്താനെ, ഒന്നുകൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. അവന്റെ ശരീരത്തെ മാത്രം നീ തൊട്ടുപോകരുത്. സമ്പത്തും മറ്റ് സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുമ്പോൾ ആദ്യപോലും ശരീരം താനെ ശിച്ചുള്ളൂ. ഞാനേറ്റു. ഇനി മുതൽ യോബ് സാത്താന്റെ ദാസനായിരിക്കും. പ്രദേശത്തെ ജനങ്ങളെ ആരാധിച്ചു ദൈവമായ യഹോവയുടെ വിനീതദാസൻ, വിശക്കുന്നവരെയും വേദനിക്കുന്നവരെയും കരുണാപൂർവ്വം കടാക്ഷിക്കുന്നവൻ. യോബ് നീളാൾ വാഴട്ടെ, യോബ് നീളാൾ വാഴട്ടെ, യോബ് നീളാൾ വാഴട്ടെ. എല്ലാം ദൈവഹിതം. നാടോടി കൂട്ടമേ, ആടിയും പാടിയും നിങ്ങൾ നന്നേ തളർന്നിരിക്കുന്നു. നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? ദാഹിക്കുന്നില്ലേ?
അതാ കാണുന്നതാണ് എൻ്റെ ഭവനം. ദൈവമായ യഹോവ എനിക്ക് നൽകിയ ദാനത്തിന്റെ ഒരു ഓഹരി നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നിങ്ങൾ അങ്ങോട്ട് ചെന്നാലും യജമാനനെ, നാശം സംഭവിച്ചിരിക്കുന്നു. എന്താ എന്ത് പറ്റിയെന്ന് പറയൂ. ഞങ്ങൾ വയലിൽ കാളകളെ കൂട്ടുകയായിരുന്നു. തൊട്ടടുത്ത വയലിൽ പെൺകഴുതുകൾ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. പറയൂ ദാസ, മടിക്കാതെ പറയൂ, ഞാൻ അറിയട്ടെ. ഓർക്കാപ്പുറത്തെ ദുഷ്ടന്മാർ വന്ന് എല്ലാ കാളകളെയും പിടിച്ചുകൊണ്ടുപോയി. അവർ ശബായനാണ്. നമ്മുടെ വൃത്തിന്മാരുണ്ടായിരുന്നില്ലേ? അവർക്ക് അവരെ തടയാമായിരുന്നില്ലേ? പെട്ടെന്നുള്ള ആക്രമണമായിരുന്നു. എങ്കിലും ഞങ്ങൾ ആകുന്നു. ശത്രുക്കളോട് ഞങ്ങൾ പൊരുതി. പക്ഷേ അവരെല്ലാം ശബായ വാളിന് മറിക്കാൽ വെട്ടിക്കൊന്നു. ദൈവമേ, ഞാൻ എന്താണ് കേൾക്കുന്നത്? ഈ വിവരം അങ്ങേ അറിയിക്കാൻ ഞാൻ മാത്രം വഴി പോവാണ്. ശബായക്കാർ എന്റെ ദാസന്മാരെ കൊന്നു. ഒരു ഉത്തരവത്തിനും ചെല്ലാത്ത ആ പാവങ്ങളെ കൊണ്ടുകൂടി നടത്തുവാൻ മാത്രം അവരെന്ത് തെറ്റാണ് ചെയ്തത്? നമുക്ക് ആ കഷ്ടം. നിന്റെ ഭാവവും ശബ്ദവും മാറിയിരിക്കുന്നല്ലോ. എന്തു പറ്റി ദാസ? ഞങ്ങൾ വേലക്കാർ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആകാശത്തു നിന്നും ദൈവത്തിന്റെ അഗ്നികോളം ഇറങ്ങി വന്ന് ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. നേരിൽ കണ്ട വസ്തുത അങ്ങയോട് അതേപടി പറഞ്ഞു. അപ്പോൾ നീ എങ്ങനെ രക്ഷപ്പെട്ടു? ഈ വിവരം അങ്ങയോട് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. എന്റെ ദാസന്മാരും ആടുകളും എന്താണ് ദാസ, നീയും അമ്പരന്നിരിക്കുന്നല്ലോ. നിന്റെ ഭാവം കണ്ടിട്ട് നീയും ഒരു ദുഃഖവാർത്തയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ ഒരുത്തം മാത്രം അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഓടിയെത്തിയതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ശത്രുക്കൾ കീഴടക്കിയോ? പറയൂ ദാസ. കഴുതായ അവർ 3 കൂട്ടമുണ്ടായിരുന്നു. അവർ നമ്മുടെ വേലക്കാരിയെല്ലാം കൊന്ന് ഒട്ടകങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി. ദൈവമായ യഹോവേ, അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് അടിയന് വിശ്വാസമുണ്ട്. എല്ലാം സഹിക്കുവാനുള്ള മനോബലം അടിയന് നൽകണമേ. എല്ലാം തകർന്നു ചെയ്യും മന്നെ. ദാസ, നിനക്കും ഒരു ദുഃഖവാർത്ത എന്നോട് പറയുവാനുണ്ടോ? അങ്ങയോട് ഞാൻ അതെങ്ങനെ തുറന്നു പറയും? പറയണം. കേൾക്കുന്ന വാർത്തകൾ ഓരോന്നും ഏറെ വേദനാജനകമാണെങ്കിലും എന്റെ മനസ്സ് ഞാൻ അറിയുന്നത് ധൈര്യം സംഭരിക്കുകയാണ്. ദാസൻ പറയൂ, എന്റെ ആടുമാടുകളും എന്റെ വൃത്തിജനങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതിൽ ഖേദകരമായ ഒരു വാർത്തയുണ്ടോ? കേൾക്കട്ടെ. അടിയൻ പറയുന്ന വാർത്ത കേട്ടാൽ അങ്ങയുടെ മനസ്സ് ആഘാതമുണ്ട്. ഞങ്ങളുടെ പ്രിയങ്കരനായ യജമാനൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. എങ്കിലും പറയാതിരിക്കുന്ന ഒരു വാദമില്ല. പറയൂ ദാസൻ, പറയൂ. യജമാനെ, അങ്ങയുടെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ ഭവനത്തിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നും വീശിയ കൊടുങ്കാറ്റ് ഭവനം താഴ്ന്നു. അവിടുത്തെ യൗവനക്കാരായ 10 മക്കൾ വീടിനടിയിൽപ്പെട്ട് മരിച്ചു. ശബായക്കാർ യോബിന്റെ ദാസന്മാരെ വാഴ്ത്തിരയാക്കി കാളകളെയും കഴുകുകളെയും പിടിച്ചുകൊണ്ടുപോയി. ദൈവത്തിന്റെ അഗ്നികോളം താഴോട്ട് വന്ന് ഇയ്യോബിന്റെ ദാസന്മാരെ ആടുകളെയും ദഹിപ്പിച്ചു കളഞ്ഞു. കൽദായർ 3 കൂട്ടമായി വന്ന് ദാസന്മാരെ ആക്രമിച്ചു കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. മരുഭൂമിയിൽ നിന്നും ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽപ്പെട്ട് ഭവനം തകർന്നുപോയി. യോബിന്റെ 10 മക്കളും അതിൽപ്പെട്ട് മരിച്ചുപോയി. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ദൈവം നൽകിയ എല്ലാ സൗഭാഗ്യങ്ങളും ഇയ്യോബിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ
ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ മാതാവിന്റെ ഗർഭത്തിൽ നിന്നും വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനങ്ങളെ ധിക്കരിച്ച് ആദത്തെയും ഹവ്വായെയും നിത്യ സൗഭാഗ്യ സുന്ദരമായ ഏദൻ തോട്ടത്തിൽ നിന്നും ഇറക്കിവിടാൻ ഇടയാക്കിയത് നീയല്ലേ? മഹാപ്രളയം കൊണ്ട് ജീവജാലങ്ങളെ ഒന്നടക്കം നശിപ്പിക്കാൻ യഹോവയുടെ ഹൃദയത്തിൽ കോപാവേശം വരത്തക്കവണ്ണം ലോകജനതയെ കൊണ്ട് പാപം ചെയ്യിച്ചവരും നീയല്ലേ? അഗ്നിഗ്രയായ സോദോം നഗരത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുമ്പോൾ ദൈവകൽപ്പനയ്ക്ക് വിരോധമായി തിരിഞ്ഞു നോക്കാൻ ലോത്തിന്റെ ഭാര്യയെ പ്രേരിപ്പിച്ച് അവരെ അനുസരണം കഴിയുന്ന സ്മാരകമായ ഉപ്പുതൂണാക്കിയത് നീയല്ലേ? ദൈവത്തിന്റെ മക്കളായ ഇസ്രായേൽ ജനതയെ ദൈവത്തിനെ ചിന്തിപ്പിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തത് നീയല്ലേ? പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും തെറ്റായ മാർഗത്തിലൂടെ നയിച്ച് യഹോവയ്ക്ക് അപ്രീതി വരുത്തുവാൻ സാഹചര്യമൊരുക്കിയത് നീയല്ലേ? ഇസ്രായേൽ ചക്രവർത്തിയും ഭക്തനുമായ ദാവീദിനെ പാവസാഗരത്തിൽ ആരാധിച്ചത് അവന്റെ പുത്രനായ അമ്നോൻ സ്വന്തം സഹോദരിയെ താമാറിൽ അനുരാഗം തോന്നിപ്പിച്ചത് നീയല്ലേ? അതെ, നീ 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 സർവനാശത്തിനും ഹേതുഭൂതനായ സാത്താനെ ഇയ്യോബിന്റെ മുമ്പിൽ നീ അടിയറവ് പറഞ്ഞിരിക്കുന്നു. പരാജയബോധത്താൽ ശിരസ് കുനിക്കുന്നവനല്ല ഞാൻ. എന്റെ മുമ്പിൽ നിന്നും തൽക്കാലം യോബ് വഴുതിപ്പോയിരിക്കാം. പക്ഷേ എന്റെ ശ്രമങ്ങൾ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. അവന്റെ വിശ്വാസ സത്യങ്ങളെ കാറ്റിൽ പറത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സാത്താനെന്ന നാമധേയവുമായി ഒരിക്കലും ഞാൻ ഓടി നടക്കില്ല. സാത്താൻ, സാത്താൻ, നീ ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു? ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരുന്നു. നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നല്ലോ. എന്താണ് നീ ഇപ്രകാരം ശങ്കിച്ചു നിൽക്കുന്നത്? എന്നോടൊന്ന് മറച്ചു വയ്ക്കാൻ നിനക്ക് കഴിയില്ലല്ലോ. എല്ലാം അറിയുന്നിട്ടും ഒന്നും അറിയില്ലെന്നുള്ള ധാരണയിലാണ് അങ്ങയുടെ സംസാരം. എന്റെ ദാസനായ യോബിനെ നീ ശ്രദ്ധിച്ചു അല്ലേ? അവരെ പോലെ നീതിമാനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ? എന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ആകാവുന്നതിലേറെ ധൈര്യം അങ്ങ് അവന് നൽകി. അചഞ്ചലമാണ് അവന്റെ വിശ്വാസം. നിന്റെ പരീക്ഷകൾ അവന്റെ ഭക്തിയെ പ്രബലപ്പെടുത്താനേ സഹായിക്കും. മനക്ലേശത്തിലും അവൻ ആനന്ദം കണ്ടെത്തുമ്പോൾ വേണ്ടുവോളം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അങ്ങനെ തള്ളി പറയാതിരിക്കുമ്പോൾ അവനെ തറ പറ്റിച്ചതിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യേണ്ടത് എന്റെ ആവശ്യം കൂടിയാണ്. നിന്റെ അടവുകൾ മാറി മാറി പ്രയോഗിക്കാമായിരുന്നില്ലേ? അവന് അങ്ങ് നൽകിയ വിശ്വാസം അത്ര വലുതാണ്. അകാരണമായി അത് നശിപ്പിക്കാൻ നീ എന്നോട് സമ്മതം ചോദിച്ചത് വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ തോന്നുന്നു അല്ലേ? ഞാൻ തോറ്റ് പിന്മാറിയെന്നാണ് പറയുന്നത്. പരാജയം അംഗീകരിക്കുന്ന കാര്യത്തിൽ വൈമനസ്യം പ്രകടിപ്പിക്കുന്നതാണ് നീ എന്നും. മനുഷ്യന്റെ സ്വഭാവം എന്നെക്കാളേറെ ഗ്രഹിച്ചറിഞ്ഞവനാണ്. യോബിന്റെ സ്വത്തും സന്താനങ്ങളുമേ നഷ്ടമായിട്ടുള്ളൂ. അവനറിയാം അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ കഴിയുമെന്ന്. സാത്താനെ, അതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ്. എന്നാൽ അവസാനമായി എനിക്ക് ഒരവസരം കൂടി തരിക. മനുഷ്യൻ പരമപ്രധാനമായി കാണുന്നത് അവന്റെ ജീവനെയാണ്. ജീവന് വേണ്ടി
തനിക്കുള്ളത് എന്ത് മനുഷ്യൻ ഉപേക്ഷിക്കും. അങ്ങനെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക. ആ നിമിഷത്തിൽ അവൻ അങ്ങയെ തള്ളി പറയും. എന്ന് തന്നെയാണോ ഇപ്പോഴും നിന്റെ വിശ്വാസം? മനുഷ്യർക്കിടയിൽ ചുറ്റി സഞ്ചരിക്കുന്ന എനിക്കും അവരുടെ മനസ്സറിയില്ലേ? എന്റെ ഭക്തനായ യോബിനെ ഞാൻ നിനക്ക് വിട്ടുതരും. പക്ഷെ അവന്റെ ജീവനിൽ മാത്രം നീ കൈവയ്ക്കരുത്. ശരി, നിനക്ക് പോകാം. സഹോദരൻ, അടുത്ത ഒരു രംഗത്തോടുകൂടെ ഈ നാടകം ഇന്നിവിടെ പൂർണ്ണമാകും. ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ ഒരു നിമിഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. നാടകരചന ശ്രീ പറവൂർ ജോ, ശബ്ദവും വെളിച്ചവും ശ്രീ ജിം മാത്യു, രംഗത്ത് എലിഹു ശ്രീ ഷിബു കോലാപ്പള്ളി, നാടോടിക്കൂട്ടം ശ്രീ ബേബി മാണി, ശ്രീ പ്രമോദ് പോൾ, ശ്രീ ജിജോ മത്തായി. ഇയോബിന്റെ ഭൃത്യന്മാർ ശ്രീ സാജു പൗലോസ്, ശ്രീ ബേബി മാണി, ശ്രീ പ്രമോദ് പോൾ, ശ്രീ ജിജോ മത്തായി. ഇയോബ് ശ്രീ ബാബു പോൾ. ഇയോബിന്റെ ഭാര്യ ശ്രീമതി നിഷ പോൾ. സാത്താൻ ശ്രീ എൽദോ ഐസക്. സംവിധാനം ശ്രീ മാത്യു ദാനി. ദൈവമായ യഹോവേ, എല്ലാം അവിടുത്തെ ഇഷ്ടം. സർവ്വതും സഹിക്കുവാനുള്ള ശക്തി അടിയനു നൽകണമേ. അയ്യോ, വ്രണം കൊണ്ട് ശരീരം നിറഞ്ഞിരിക്കുന്നു. എനിക്കിത് കാണാൻ വയ്യ. എത്ര നേരം ഇത് വെച്ച് ഞാനിത് കണ്ടുകൊണ്ടിരിക്കും. ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. പക്ഷേ അങ്ങനെ ഭരിക്കുന്ന യാതന കാണുമ്പോൾ എവിടെയെങ്കിലും ഓടി ഒളിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നു. എന്റെ ദുഃഖം എന്റേത് മാത്രം. അതിലും ആനന്ദം കണ്ടെത്തുന്നവനാണ് ഞാൻ. ഇത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ അങ്ങ് ചെയ്ത തെറ്റെന്ത്? എല്ലാം ദൈവത്തിന്റെ ദാനം. അതുമാത്രം നീ വിചാരിക്കുക. എന്റെ മക്കളും ഉണ്ടായിരുന്ന സമ്പത്തും നഷ്ടപ്പെട്ടു. എന്നിട്ടും അങ്ങേക്ക് യാതൊരു കുലുക്കവുമില്ല. ഇപ്പോൾ ഉള്ളകാൽ മുതൽ നെറുക വരെ പരുക്കളാൽ നിറഞ്ഞിരിക്കുന്നു. എന്നിട്ടും മനസ്സിനൊരു മാറ്റവും വന്നിട്ടില്ല. ദൈവത്തോടുള്ള വിശ്വാസമാണ് എന്റെ ശക്തി. ആ വിശ്വാസത്തെ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നു. ഇത്രയധികം കഷ്ടനഷ്ടങ്ങൾ കിടവരുത്തിയ ദൈവത്തോടാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തെ പരസ്യമായി പരിത്യജിച്ചുകൊണ്ട് മരിക്കുന്നതാണ് ഇതിൽ ഭേദം. ഭാര്യയുടെ ധർമ്മം പോലും വിസ്മരിച്ചുകൊണ്ട് നീ ഈ തരത്തിൽ ചിന്തിക്കുന്നതിലാണ് എനിക്ക് ദുഃഖം. തിരിച്ചറിവില്ലാത്ത പൊട്ടിപ്പെണ്ണ് സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. ദൈവകരങ്ങളിൽ നിന്നും ഇരു കരങ്ങളിൽ നീട്ടി നന്മ സ്വീകരിച്ചവരല്ലേ നാം? ആ സമയത്തൊക്കെ ദൈവത്തോട് നന്ദി നാം പ്രകാശിച്ചിട്ടുണ്ട്. നന്മ ഏറ്റുവാങ്ങിയ നമുക്ക് എന്തുകൊണ്ട് കഷ്ടതയും സ്വീകരിച്ചുകൂടാ? അതിനു നാം തയ്യാറാക്കണം. പുഴുത്തു നാറി പുഴുവലിക്കുമ്പോഴും ന്യായീകരണം എനിക്കൊന്നും കേൾക്കണ്ട. ഞങ്ങൾ 3 പേരും യോബിന്റെ സ്നേഹിതന്മാരാണ്. ഞാൻ എലിഫാസ്. ഞാൻ ബിൽദാദ്. ഞാൻ സോഫാർ. ഞങ്ങളിവിടെ എത്തിയിട്ട് 7 ദിവസം കഴിഞ്ഞു. എത്ര കഷ്ടപ്പാടും ദുഃഖവുമാണ് ഞങ്ങളുടെ ആത്മമിത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആശ്വാസവാക്കുകൾ പറയാനുള്ള ശക്തി പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കരുണാമയനായ കർത്താവേ, അവിടുന്ന് നീതിമാനായ ഈ മനുഷ്യനെ എന്തിനെ കഷ്ടപ്പെടുത്തുന്നു? സ്നേഹിതരെ, ദൈവത്തിന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യുവാൻ മനുഷ്യനെന്ത് അവകാശം? എങ്കിലും ഞാൻ എന്റെ ജന്മദിനത്തെ ശപിക്കുകയാണ്. സൂര്യൻ അതിന്മേൽ പ്രകാശിക്കാതിരിക്കട്ടെ, അന്ധകാരം അതിനെ വിഴുങ്ങിക്കളയട്ടെ. ജനിച്ച ഉടനെ ഞാൻ മരിച്ചിരുന്നു എങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ചു പോകും. സ്നേഹിത, നിന്റെ ദൈവശക്തി നിനക്ക് ശക്തി പകരുന്നില്ലേ? നിഷ്കളങ്കത നിനക്കൊന്ന് പ്രത്യാശ നൽകുമെന്ന് ഞാൻ കരുതട്ടെ. വിലപിക്കുന്നവരെ കരുതുന്ന ദൈവത്തിൽ മാത്രം നീ ശരണപ്പെടുക. എലിഫസ് വയസ്സിലും അറിവിലും
തങ്ങൾ മുതിർന്നവനാണ്. സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുകയാണ്. അവയിലെ വിഷം എന്റെ ജീവനെ കാർന്നുകൊണ്ടിരിക്കുന്നു. എന്റെ വിപത്തുകൾക്ക് നിങ്ങൾ ഭയപ്പെടരുത്. സർവശക്തൻ ന്യായം ഒരിക്കലും വളച്ചൊടിക്കുകയില്ല. അവിടുത്തേക്കെതിരായി നിന്റെ മക്കൾ പാപം ചെയ്തു, അതിന്റെ ശിക്ഷയും അവർ അനുഭവിച്ചെന്ന് മാത്രം കരുതുക. പൂർവന്മാർ പറഞ്ഞിട്ടുള്ളതിനെ എന്നും വിശ്വസിക്കുന്നവനാണ് ഞാൻ. ദൈവത്തെ അന്വേഷിക്കുകയും അവിടുത്തോടെ കേണപേക്ഷിക്കുകയും ചെയ്താൽ നിശ്ചയമായും ദൈവം നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. ദൈവം തന്റെ കോപത്തെ പിൻവലിക്കില്ല. എന്നെ കുറ്റം തിരിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണമെന്നോ? ഒരുപക്ഷെ ഇതൊരു ബലപരീക്ഷണമായിരിക്കാം. ഈ പരീക്ഷണത്തിൽ അവിടുന്ന് തന്നെ വിജയിക്കുകയും ചെയ്യും. പ്രത്യാശ നിറഞ്ഞ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ആത്മവിശ്വാസമാണ്. നിസാരരായ മനുഷ്യരെ പോലും അവിടുന്ന് അറിയണം. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകളുയർത്തി പ്രാർത്ഥിക്കാനേ ഈ അവസരത്തിൽ നിന്നോട് ഞങ്ങൾ പറയും. സോഫ, എന്റെ സ്നേഹിതന്മാർ എന്റെ മനസ്സ് പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു പരിഹാസം മാത്രമാണ്. സകല ജീവജാലങ്ങളുടെയും പ്രാണൻ ദൈവത്തിന്റെ കയ്യിലാണെന്ന് നിങ്ങളെപ്പോലെ ഞാനും വിശ്വസിക്കുന്നു. നിന്റെ സംസാരത്തിൽ നീ നിന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിന്റെ അതിൽ നിനക്ക് വിരോധമായി സാക്ഷി പറയുന്നു. നീ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിന്നെ പോലെ സംസാരിക്കുവാൻ എനിക്കും കഴിയുമായിരുന്നു. എന്റെ കൈകൾ ഒരിക്കലും അതിക്രമം പ്രവർത്തിച്ചിട്ടില്ല. നിന്നെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി വന്ന ബോഷന്മാരല്ല ഞങ്ങൾ. എന്റെ സ്നേഹിതന്മാർ എനിക്കെതിരെ ശബ്ദമുയർത്തുന്നു എന്റെ ശിക്ഷാവിധിയുടെ മറ്റൊരു ഭാഗമാണ്. ശകാരവാക്കുകൾ കൊണ്ട് നിന്നെ നിന്ദിക്കാൻ വേണ്ടി വന്നവരാണോ ഞങ്ങൾ? സ്വാന്തന വാക്കുകളിലൂടെ ആശ്വസിപ്പിക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അർത്ഥശൂന്യമായ വാക്കുകൾ സ്വാന്തനത്തിന്റെ സ്വരമായിരിക്കില്ല. ദൈവത്തെ നിന്ദിക്കുന്നവർ, പട്ടിണിപ്പാവങ്ങളെ വഴിതെറ്റിക്കുന്നവർ, അന്യരുടെ വയൽ കൊയ്യുന്നവർ, അനാഥ ശിശുക്കളെ അപഹരിക്കുന്നവർ, ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്തവരുടെ ധാന്യം പിടിച്ച് പറിക്കുന്നവർ, ഇവർക്കൊക്കെ സുഖമായി ജീവിക്കുന്നു. അവരൊക്കെ പന പോലെ വളരുവാൻ തക്കവണ്ണം ദൈവം അവരെ അനുവദിക്കുകയും ആശീർവദിക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? ഇതിനുത്തരം പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ എലീഹു, ഭൂഷനായ ബറാവേലിന്റെ പുത്രൻ എലീഹു. ഈ നിൽക്കുന്നവരെക്കാളും പ്രായത്തിൽ ചെറുപ്പക്കാരൻ. ഞാനും ജോബിന്റെ ഒരു കൊച്ചു സ്നേഹിതൻ തന്നെ. യോബിന്റെയും സ്നേഹിതന്മാരുടെയും ആശയസമ്മതം ഞാൻ പുറത്തു നിന്നും ശ്രമിക്കുകയായിരുന്നു. ജ്ഞാനികളെ, എന്റെ വചനം കേൾക്കുകയും വിജ്ഞാനികളെ, എനിക്ക് ചെയ്തു തരുകയും നന്മയാവുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ദൈവം ശക്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. നീതിമാന്മാരിൽ നിന്ന് ഒരിക്കലും തന്റെ കടാക്ഷം പിൻവലിക്കുകയുമില്ല. ദൈവത്തിന്റെ ശക്തിയിൽ എത്ര മഹത്വം നമുക്ക് മനസ്സിലാക്കാനാവാത്ത വിധം ദൈവം മഹോന്നതനാണ്. നമുക്ക് അദൃശ്യനായ സർവശക്തൻ ശക്തിയിലും ഉന്നതനാണ്. അവിടുത്തെ തിരുമുമ്പിൽ മനുഷ്യർ ഒഴുകുകൾ മാത്രം. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ നിത്യാനന്ദം കണ്ടെത്തട്ടെ. യോബേ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഗീതങ്ങൾ ആലപിക്കുന്ന പ്രഭാത നക്ഷത്രങ്ങളുടെ ആസ്ഥാനം എവിടെ? അഗാധമായ അന്ധകാരത്തിന്റെ വാതിൽ നീ കണ്ടിട്ടുണ്ടോ? കലവറ എവിടെയെന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? സമുദ്രത്തിന്റെ ഉറവ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുകയോ അഗാധത്തിന്റെ ശോധനയിൽ സഞ്ചരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയേത്? മഴയ്ക്ക് അപ്പനുണ്ടോ?
കാട്ടുപോത്തിനെ കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ? ഇതുപോലെ 100 ചോദ്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. അതിനുത്തരം പറയാൻ നീ ബാധ്യസ്ഥനുമാണ്. ദൈവമായ യഹോവേ, അങ്ങേക്ക് കഴിയാത്തതായി എന്തുണ്ട്? അങ്ങയുടെ ഉദ്ദേശം വിദൂരമല്ലെന്ന് മടിയെന്നറിയുന്നു. അങ്ങയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് ഇനിയും ഞാൻ പശ്ചാത്തപിക്കും. തേമാന്യനായ എലീഫസ്, ബിൽദാദ്, സോഫാർ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ ക്രോധം നിങ്ങൾക്ക് നേരെ ജ്വലിക്കുന്നു. എന്റെ ദാസനായ യോബ് സംസാരിച്ചതുപോലെ നിങ്ങൾ എന്നെ കുറിച്ച് ന്യായമുള്ളതിനെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ 7 കാളകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ഇയ്യോബിന്റെ അടുക്കൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമബലി അർപ്പിക്കുകയും എന്നെ സ്നേഹിക്കുന്ന ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന സ്വീകരിച്ച് ഭോഷത്വത്തിന് ശിക്ഷിക്കാതെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇയ്യോബേ, നിന്റെ കഷ്ടനഷ്ടങ്ങളെല്ലാം നീങ്ങിയിരിക്കുന്നു. നിനക്കുണ്ടായിരുന്ന ഐശ്വര്യം 10 മടങ്ങ് വർദ്ധിക്കും. ഇനിയുള്ള ജീവിതം മുമ്പെടുത്തതിനേക്കാൾ ധന്യമായി തീരട്ടെ.